ഹായ് ഫ്രണ്ട്സ്. എടേ നമ്മൾ ആലപ്പുഴയിൽ സാധാരണ ഒരു ചിക്കൻ ബിരിയാണി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബീഫ് ബിരിയാണി ഒക്കെ മേടിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? 110, 120 രൂപയൊക്കെ ആവും ബീഫിനൊക്കെ. ചിക്കൻ ആണെങ്കിൽ ഏറിപ്പോയ 100, 150 രൂപ വരെ ഉണ്ട്. 150 രൂപയുടെ ചിക്കൻ ബിരിയാണി വന്നിരിക്കുന്നത് 60 രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി, 80 രൂപയ്ക്ക് ബീഫ് ബിരിയാണി കിട്ടുന്ന ഒരു കടയാണ്. അതെവിടെയാ? അത് നമ്മളുണ്ട്, നമ്മൾ ആ കടയുടെ മുന്നിലാണ്. നമ്മൾ ആ കടയുടെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ആലപ്പുഴയിൽ എനിക്കറിയില്ല വേറെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ 60 രൂപയ്ക്ക് ചിക്കൻ ബിരിയാണിയും 80 രൂപയ്ക്ക് ബീഫ് ബിരിയാണിയും കിട്ടുന്നത്. ഈ സ്പോട്ട് വരുന്നത് എവിടെയാണെന്ന് ഞാൻ പുറകെ പറയാം. സംഭവം നമുക്ക് ആലപ്പുഴയിൽ ഏത് സ്പോട്ടിൽ പോയി കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ 100 രൂപ അല്ലെങ്കിൽ 110 രൂപ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ 60 രൂപയുടെ ബിരിയാണിക്ക് അതിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് കല്യാണ ബിരിയാണിയുടെ അതേ ഫ്ലേവറിൽ തന്നെയാണ് നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ ഒരാൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഈ ബിരിയാണി ഇവിടെ അവർ സെർവ് ചെയ്യുന്നത്. അവർ സ്നേഹത്തോടെ വിളമ്പുന്ന ഈ ബിരിയാണിക്കിടയിലേക്ക് നമുക്ക് പോകാം. ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ ആലപ്പുഴ വട്ടയാൽ ചർച്ചിന് നേരെ ഓപ്പോസിറ്റാണ്. ഇതാണ് നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച്. സെൻറ്റ് പീറ്റേഴ്സ് വട്ടയാൽ ചർച്ചിന് നേരെ ഓപ്പോസിറ്റ് മത്തം ബിരിയാണി കടയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ബിരിയാണിയുടെ സ്വാദറിഞ്ഞിട്ട് ഇക്കായോട് ബാക്കി വിശേഷങ്ങൾ സംസാരിക്കും. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ചെമ്പ് തീർന്നിട്ട് അടുത്ത ചെമ്പിക്ക കൊണ്ട് വെക്കുന്ന ഒരു വീഡിയോ ആ രംഗമാണ് നമ്മൾ ഈ കാണുന്നത്. എന്തായാലും വിശേഷങ്ങളിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. അപ്പം നമ്മുടെ ഈ 60 രൂപയ്ക്ക് ഈ ബിരിയാണി എന്നുള്ളൊരു ആശയം ഇതൊക്കെ എവിടെ നിന്നാണ് വന്നത്? നമ്മൾ സ്വയമേ ആലോചിച്ചെടുത്ത സംഭവം. കാരണം നമുക്ക് എവിടെ പോയാലും ഒരു 90 രൂപ 100 രൂപയ്ക്കൊന്നും കുറച്ച് എവിടെയും ചിക്കൻ ബിരിയാണി ഒന്നും കിട്ടാറില്ല. അപ്പോഴാണ് ഈ 60 രൂപ എന്നുള്ളൊരു ആശയം എനിക്ക് എത്തിയത്. നമ്മളിപ്പോൾ ബാക്കിയുള്ള നമ്മുടെ ആലപ്പുഴക്കാരെയും നമ്മുടെ വീഡിയോ കാണുന്ന ഈ നമ്മുടെ പ്രേക്ഷകരെല്ലാവരെയും ഒന്ന് അറിയിക്കണമെന്ന് വിചാരിച്ചത് 60 രൂപയ്ക്ക് ബിരിയാണി കൊടുക്കുമ്പോൾ അതിനകത്ത് ക്വാണ്ടിറ്റി കുറവായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി കുറവായിരിക്കും എന്ന് ചിലർക്കൊരു വിചാരം ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് കേൾക്കാൻ എന്താ പറയാനുള്ളത്? ഇതിനകത്തൊരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒന്നും കുറവൊന്നും വരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ക്വാണ്ടിറ്റിക്കും ഒരു കുറവില്ല, ക്വാളിറ്റിക്കും കുറവില്ല. കാരണം നമ്മളിത് വർഷങ്ങളോളം പാരമ്പര്യം ഇല്ലെങ്കിലും ഒരു 10-15 വർഷം കൊണ്ട് എനിക്ക് ഇതിന്റെ കണക്കൂട്ടലൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതെ. അപ്പം നമുക്ക് ഇത്ര ഗ്രാം ഇറച്ചി, ഇത്ര ഗ്രാം മസാലകൾ, ഇത്ര ഗ്രാം അരി, അങ്ങനെ ഒരാൾക്കുള്ളത് അങ്ങനെ കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ 60 രൂപ ആക്കിയിരിക്കുന്നത്. അല്ലാതെ 60 രൂപയ്ക്കും ലാഭം കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇതിനകത്ത് പല കച്ചവടക്കാർക്കാണ് ഒരു ബുദ്ധിമുട്ട് വന്നത്. കാരണം അവര് പറഞ്ഞ റേഷൻ അരിയിട്ടാണ് വെക്കുന്നത്. ഒരിക്കലും വംശീയ അരിയിട്ടാണ് വെക്കുന്നത്. ഇപ്പോഴും ആലപ്പുഴ ഫേമസ് ക്വാളിറ്റി സാധനമാണ്. 60 രൂപയ്ക്ക് കൊടുക്കും. ഒന്നാമത്തെ കറി പറഞ്ഞിട്ട് നാട്ടുകാരെ പൈസ ഇല്ല. അതെ, സത്യം. അതും പറയാനല്ലോ. 60 രൂപയ്ക്ക് ബിരിയാണി എന്ന് പറയുന്നത് വലിയൊരു നാട്ടുകാരും വല്ലതും വേണ്ടേ വാങ്ങിച്ച് കഴിക്കാൻ? അത്തെ കാര്യം ഇവിടെ വരുന്ന എല്ലാ പാവത്തങ്ങളാണ്, എല്ലാം പാവപ്പെട്ടവരാണ്. നമ്മളെ പോലെ കിടന്ന് കഷ്ടപ്പെടുന്നവരാണ്. ഇപ്പൊ എവിടെയുണ്ട് ജോലി? പല കൺസ്ട്രക്ഷൻ പണി വല്ലതും നടക്കുന്നുണ്ട്. അതിൽ ഈ മഴക്കാലമായിട്ട് എല്ലാവരും വീട്ടിൽ കയറി ഇരിക്കുക. അപ്പൊ 60 രൂപ ആണെങ്കിൽ ഒരു ബിരിയാണി കഴിക്കാം. ജനങ്ങളുടെ മനസ്സിലാക്കിക്കൊണ്ട് 60 രൂപയ്ക്ക് ബിരിയാണി വിളമ്പുന്ന ഒരു വലിയ മനസ്സിനെയും കൂടെ അർഹനടിക്കുക. അപ്പം നിങ്ങൾ ആലപ്പുഴ വരുന്നവരാണെങ്കിലും ആലപ്പുഴയിൽ ഉള്ളവരാണെങ്കിലും ഇവിടെ വന്ന് ഈ ബിരിയാണിയുടെ ടേസ്റ്റ് നിങ്ങളും കൂടെ ആസ്വദിക്കുക മാത്രമല്ല നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ 60 രൂപയ്ക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് നഷ്ടമൊന്നുമില്ല കേട്ടോ. അതെ, അൽഹംദുലില്ലാ, റാഹത്ത് തന്നെ. അതാണ്. അപ്പം നമ്മൾ ഈ വരുന്നവർ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ കൂടെ അറിയിക്കണം. ബിരിയാണി കുത്തിയെടുത്ത് കണ്ടല്ലോ, നമ്മുടെ ഒറിജിനൽ കല്യാണ ബിരിയാണി സെയിം ബിരിയാണിയാണ് നമ്മളിവിടെ. ഒരു കളർ പോലും ചേർക്കത്തില്ല, മസാലയുടെ കളറാണ്. നല്ല സ്വാദേറിയ രുചിയേറിയ നല്ല അടിപൊളി ബിരിയാണിയാണ് കിട്ടുന്നത്. അപ്പം ബിരിയാണിയുടെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ പുറകെ വരും. നമുക്ക് ഈ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാവേ. ഞാൻ ബീഫാണ് പറഞ്ഞിരിക്കുന്നത്. 2 നല്ല വലിയ പീസുമാണ്. ചോറും പീസും സാലഡും. എങ്ങനെയുണ്ട് ബിരിയാണി? സൂപ്പർ ബിരിയാണി. ഞാൻ വീട്ടിലൊക്കെ കഴിക്കുന്ന അതേ ബിരിയാണി. ബീഫ് ബിരിയാണി 80 രൂപയാണ്. 80 രൂപ. പക്ഷെ കൊള്ളാം. നമ്മളിവിടെയൊക്കെ 100, 110, 120. പക്ഷെ ഇതിൽ 80 രൂപയ്ക്ക് ലാഭമാണ്. ടേസ്റ്റും ഉണ്ട്. ടേസ്റ്റ് വൈസ് ആണെങ്കിൽ അടിപൊളിയാണ്. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ചിക്കനാണ്. ചിക്കൻ എങ്ങനെയുണ്ട് നോസി? 60 രൂപയ്ക്ക് ഈ ചിക്കൻ ബിരിയാണി നമുക്ക് എങ്ങനെയാണ്? മുതലല്ലേ ബിരിയാണി ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ബിരിയാണിയുടെ ടേസ്റ്റ് കാണാൻ ഞങ്ങൾ അവിടുത്തെ പാഴ്സലും വാങ്ങിയാണ് ഇറങ്ങിയത്. അപ്പോൾ കല്യാണ ബിരിയാണി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ആലപ്പുഴ വന്നാൽ വട്ടയാൽ ചർച്ചിൻ്റെ ഓപ്പോസിറ്റ് മത്തം ബിരിയാണി കടയിൽ വന്നാൽ ഇപ്പോൾ 60 രൂപയ്ക്ക് ചിക്കൻ ബിരിയാണിയും 80 രൂപയ്ക്ക് ബീഫ് ബിരിയാണിയും കഴിക്കാൻ പറ്റുന്നത്. ഇത് എവിടെയും കിട്ടാത്ത ഒന്നാണ്. അപ്പം മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, മിസ്സാക്കരുത് ഒരിക്കലും. അപ്പം നമുക്ക് വർത്തായിട്ട് എല്ലാവർക്കും ഒരു പ്ലേറ്റ് നല്ലപോലെ, പിന്നെ അൺലിമിറ്റഡ് റൈസും കിട്ടുന്നതായിരിക്കും. അപ്പം മറക്കാതെ ഈ സ്പോട്ടിൽ വന്ന് എല്ലാവരും കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അയക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ ബൈ.